ചാമ്പ്യൻസ് ട്രോഫി പോരാട്ടങ്ങൾ തുടക്കമാവാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. 8 ടീമുകൾ 2 ഗ്രൂപ്പുകളിലായി പോരടിക്കുന്ന ടൂർണമെന്റിൽ ആര് കപ്പ് ഉയർത്തുമെന്ന ചോദ്യത്തിന് ഉത്തരം നൽകുക ഒട്ടും എളുപ്പമല്ല. ഏകദിന ലോകകപ്പ് ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ ഇത്തവണ 4 മുൻനിര താരങ്ങളില്ലാതെയാണ് കളിക്കാനെത്തുന്നത്. ഇന്ത്യൻ നിരയിലാണെങ്കിൽ പേസ് കുന്തമുന ജസ്പ്രീത് ബൂമറയില്ല. ടൂർണമെന്റിന് വേദിയൊരുക്കുന്ന പാകിസ്ഥാൻ ടീമിലും കാര്യങ്ങൾ അത്ര ശുഭകരമല്ല. ഇന്ത്യക്കെതിരായ ഏകദിന ട്വന്റി പരമ്പരകൾ തോറ്റതിന്റെ ക്ഷീണത്തിലാണ് ഇംഗ്ലണ്ട്. ഇതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിസ്റ്റുകളെ പോലും പ്രവചിക്കുക അസാധ്യമാണ്. എന്നാൽ പാകിസ്ഥാൻ മുൻതാരം കമ്രാൻ അക്മൽ ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിൽ സെമിഫൈനൽ കളിക്കുന്ന 4 ടീമുകളെ പ്രവചിച്ചിരിക്കുകയാണ്. ആതിഥേയ രാജ്യമായ പാകിസ്ഥാൻ അക്മലിന്റെ അവസാന 4-ൽ ഇല്ലെന്നതാണ് ഏറെ ശ്രദ്ധേയം. ഇന്ത്യ, ന്യൂസിലാൻഡ്, ഇംഗ്ലണ്ട്, ദക്ഷിണാഫ്രിക്ക എന്നിവയാണ് അക്മലിന്റെ സെമി സാധ്യതാ ടീമുകൾ. പിഴവുകൾ നിറഞ്ഞതാണ് പാകിസ്ഥാൻ ടീം. ബൗളിംഗ് നിര മികച്ചതല്ല, സ്പിന്നർമാരില്ല, ഓപ്പണർമാരുടെ കാര്യവും കഷ്ടമാണ്. നായകനും സെലക്ടർമാരും എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നിട്ടും നമ്മുടെ ചെയർമാൻ അത് അംഗീകരിച്ചു. കാര്യങ്ങൾ കണ്ടറിയേണ്ടി വരും. മറ്റു ടീമുകളെല്ലാം ഏറെക്കുറെ സന്തുലിതമാണ്. കൂടുതൽ മികച്ച ടീമിനെ തെരഞ്ഞെടുക്കാമായിരുന്നു. ഇന്ത്യ, ന്യൂസിലാൻഡ്, ഇംഗ്ലണ്ട്, ദക്ഷിണാഫ്രിക്ക ടീമുകൾ സെമിയിലെത്തും. പ്രധാന താരങ്ങളുടെ പരിക്ക് ഓസ്ട്രേലിയയുടെ സാധ്യതകൾ ഇല്ലാതാക്കിയെന്നും അക്മൽ പറഞ്ഞു. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.